These program brought to you by Bin Musa Travels, Dubai and Abu Dhabi. Lucky Center and Lucky Department Store, Ajman. Al Hamour Restaurant, Al Bidia and Dibba, NK Group. ഹായ് നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് അബുദാബിയിലാണ്. ഒരു വ്യത്യസ്തമായ ഒരു കഫേയിലാണ്, ആർട്ട് ഹൗസ് കഫേ. അടിപൊളിയാണ്. അബുദാബി ബത്തീനിലാണ്. നല്ല മനോഹരമായ കുറേ ആർട്ട് വർക്കുകളിലാണ് ഈ ഒരു കഫേ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ ഡിഷസും. നമുക്ക് അകത്തേക്ക് പോകാം, അതിൻ്റെ മനോഹരമായി നമുക്ക് അത് കാണാം, ആസ്വദിക്കാം, ബ്യൂട്ടിഫുള്ളായിട്ട് തന്നെ കഴിക്കാം. അപ്പോൾ അകത്തേക്ക് പോകാം. Hi ma'am, how are you? I'm fine, thank you. How are you? Yeah, good. So, can you tell me how you feel it in this cafe? It's so when we were entering, Yeah. I actually started liking from the entrance. It's a very boho vibe, Yeah, which is very different from the other houses in this community. So it's very eye-catching when you enter. yeah. And as soon as I entered the cafe, it gives me a very Goa kind of a thing. You know? Yeah. Goa. Yes. I feel there is a beach right Yeah, behind behind, us. yeah, So I like the way they have used the plates and whoever's come here and painted. Yeah, So I really like that. Very colorful. yeah. The food is very nice. The service is very good. Very good people and very good service. Yeah. Okay. So, what about mom? So if you are new here also in Abu Dhabi, Yeah, the entrance is like that. You will come to know, like you wanted to come inside and see what is there, and it's a very different. It's like little artistic, soothing. Yeah. You can enjoy. Yeah. It's like a very therapeutic, yeah. I can say. And food is obviously one of the main reason Yeah. people like to come And peaceful here. mind. If you are here, your mind will be very peaceful. Yes. Like it's a soothing place. It's Okay. not crowded. It's not like if you want to really enjoy your time, Yeah. you should come here. Definitely come here. Okay. So this is the best thing which I like it here. Okay. Thank you, ma'am. So Thank you. thank you.
ആർട്ട് ഹൗസ് കഫേയിൽ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് അല്ലെങ്കിൽ മുതിർന്നവർക്ക് കുറേ അവർക്ക് പുതിയതായിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ അവർക്ക് പുതുതായിട്ട് അറിയാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ അതാണ് ചോദിക്കാൻ പോകുന്നത്. നമുക്കിവിടെ വരുമ്പോൾ നമ്മുടെ പെർഫ്യൂംസ് ആയിരിക്കുന്നത്. ഈ പെർഫ്യൂംസിൻ്റെ എന്താണ് ഇതിൻ്റെ കാര്യം? പെർഫ്യൂംസ് എല്ലാം നമ്മൾ ഹോം മെയ്ഡ് ആണ്. ഞങ്ങൾക്ക് കുറച്ച് ഗിഫ്റ്റ് ഷോപ്സ് ഒക്കെ ഉണ്ട്, അങ്ങോട്ടും കൊടുക്കും. പിന്നെ ഇവിടെയുണ്ട് കഫേകളിൽ വെക്കുന്നത് നമ്മൾ ഡിസ്പ്ലേ. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ നേരത്തെ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾക്ക് മുതിർന്നവർക്കായിരുന്നാലും ഇത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ള പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് 350 ആണ് എൻ്റെ കോസ്റ്റ് അല്ലേ? 350. ഓക്കെ, ഗ്രേറ്റ്. അപ്പം അത് അവർക്ക് ക്രിയേറ്റ് ചെയ്യുകയും ആ പെർഫ്യൂം അവർക്ക് കൊണ്ടുപോവുകയും ചെയ്യാം, അങ്ങനെയല്ല? ഓക്കെ. അതുപോലെ തന്നെ ഈ ടെഡി ബിയറിൻ്റെ എന്താണ് സ്റ്റോറി? ടെഡി ബിയർ മേക്കിംഗ് നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് ട്രെയിനിങ് ഒക്കെ ഇവിടെ തന്നെ കൊടുക്കും. അതിന്റെ മെറ്റീരിയൽസ് കൊടുക്കും, സ്റ്റിച്ചിങ് പഠിപ്പിക്കും. പഠിപ്പിച്ച് കഴിയുമ്പം അവർക്ക് തിരിച്ചു കൊണ്ടുപോകാൻ ചെയ്യാം. ഓക്കെ. അതിന് 200 ആണ്. അതിന് 200. ഓക്കെ. പിന്നെ അതുപോലെ ക്യാൻഡിൽ മേക്കിംഗ് ഉണ്ട്. ക്യാൻഡിൽ മേക്കിംഗ് എത്രയാണത്? 100 ആണ്. അപ്പം ഇതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ വരുന്നവർക്ക് ഇപ്പം ആർട്ട് ചെയ്യണമെങ്കിൽ ഈ പ്ലേറ്റും കളേഴ്സും എല്ലാം ഇവിടെ തന്നെ കൊടുക്കും. പ്ലേറ്റ് കൊടുക്കും, കളേഴ്സ് കൊടുക്കും. പിന്നെ ബ്രിക്സ് പെയിന്റിംഗ് ഉണ്ട്, ബോട്ടിൽ പെയിന്റിംഗ് ഉണ്ട്. എല്ലാ മെറ്റീരിയൽസും ഇവിടെ കൊടുക്കും. ഓക്കെ. അപ്പോൾ അതിനെന്താണ് ചാർജ് വരുന്നത്? 25 dirhams. ഓ, അത്രയേ ഉള്ളൂ. അപ്പോൾ അവരത് ആർട്ട് വർക്ക് നടത്തിയിട്ട് അത് അവർക്ക് ഇവിടെ തന്നെ അവർക്ക് ഒന്നെങ്കിൽ ഇവിടെ വെക്കാം, അല്ലെങ്കിൽ അവർക്ക് കൊണ്ടുപോകണമെങ്കിൽ കൊണ്ടുപോകാം. ഓക്കെ. അപ്പോൾ ഇത്തരം ഫെസിലിറ്റികളിലൂടെ നമ്മുടെ ഈ ഒരു കഫേയിൽ വന്നു കഴിഞ്ഞാലുണ്ട് വളരെ വളരെ നല്ല ഒരു എന്താണ് അറ്റ്മോസ്ഫിയറാണ്. നമ്മളൊരു പ്രാവശ്യം വന്നാൽ വീണ്ടും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ മേക്ക് ചെയ്തതാണ്. ഇതിൻ്റെ ടീഷർട്ട്, പിന്നെ അതിനുള്ള എല്ലാ ഇതും ക്യാപ്പ്, അപ്പോൾ ഇത് ഇവിടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് ഇവിടെ റെഡിയാക്കിയ സാധനമാണ്. അപ്പം കുട്ടികൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഇത് എങ്ങനെയാണ് മേക്ക് ചെയ്യാന്നുള്ളത് അവരെ പഠിപ്പിക്കുകയും അവർക്ക് ഇതുപോലുള്ള പ്രോഡക്റ്റുകൾ കൂടെ കൊണ്ടുപോകാനും പറ്റും. അപ്പം വളരെ എന്താണ് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. തീർച്ചയായിട്ടും നല്ല ഫുഡ് കഴിക്കാം, നല്ലൊരു ആംബിയൻസ് ആണ്. അപ്പോൾ കുറേ കാര്യങ്ങൾ പഠിക്കാനുള്ളൊരു അവസരം കൂടെ ഈ ഒരു നമ്മുടെ ആർട്ട് ഹൗസ് കഫേയിൽ വന്നു കഴിഞ്ഞാൽ ഉണ്ട്. അപ്പം ഇത് അബുദാബി ബത്തീനിലാണ്. Hi, sir. Good Can you morning. explain? Morning. Yeah, this is our one of our best seller, the breakfast. This one is the Chipotle Benedict, sir. Okay. It comes with the Hollandaise sauce with the sriracha. We mix it with sriracha sauce. So this one is spicy, and it comes with the roasted tomato, mushroom, and one piece of the hash brown, and with the mashed avocado with the prawn bread. Okay, great, super. So this is the breakfast. Yes, sir. So can I taste it? Yes, sir. This is one of our best sellers. This is our signature breakfast here in Art House Cafe. Yeah. How is it, sir? Yeah, delicious. Is it delicious? Yeah. Okay. Super. You can try to mix them, sir, with the roasted tomato and the mushroom. Is the combination nice? Is it something like that? Yeah. Is it good? Yeah, good. Can you explain me what will be this one? This one is a French toffee toast, sir. It's a caramelized apple with a caramelized apple. There's a strawberry in there, the hazelnut on the top, and berries.
Okay. So this is the main hall. Yeah. Okay. We usually serve this one as like breakfast as well, and you can order this one as well for lunch or something like that, and also for the afternoon time. Okay. So again, what about this one? This is the salmon of the islands. It's one of our best seller in our main courses. Yeah. It comes with this one is the brown rice with Yeah. coconut brown rice. Okay. Yeah, and this So one this is rice. Which kind of rice? as This is the rice, huh? yes sir. We're using the basmati for this one, and we mix with it with the coconut. With the coconut. Yeah, it comes with the capsicum. Something like that. Okay. Okay. Great. Thank you. You're welcome. ഏതായാലും വളരെ ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡുമായിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. ഞാനിത് ടേസ്റ്റ് ചെയ്യാണ്. ഏതായാലും ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പറാണ്. അപ്പം അതുപോലെ തന്നെ ഇവിടെ വരുന്നവർക്ക് ഇതുപോലെ വ്യത്യസ്തമായ ടേസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ശരിക്കും നിങ്ങളുടെ ഡിഷസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വന്നത്. എത്ര വർഷമായി നിങ്ങൾ ഈ പ്രിപ്പറേഷൻ ഇതിലായിട്ട് എത്തിയിട്ട്? ഞാനൊരു 7 വർഷമായിട്ട് 7 വർഷമായിട്ട് ഈ ആർട്ട് ഹൗസ് കഫേയുടെ കൂടെ ഉണ്ട്. ഉണ്ട്. കൊള്ളാം, നന്നായിട്ടുണ്ട്. എങ്ങനെയാണ് ഇവിടെ? ഞാനൊരു 3 വർഷമായിട്ട്. 3 വർഷമായിട്ട്. തീർച്ചയായിട്ടും ഈ ഇങ്ങനെയൊരു കഫേയിലോട്ട് വരുമ്പോൾ ഞാൻ പ്രതീക്ഷിച്ചതെന്ന് പറഞ്ഞാൽ നോർത്ത് ഇന്ത്യൻ അല്ലെങ്കിൽ പിന്നെ ഫോറിനേഴ്സ് ആയിരിക്കും ഇവിടുത്തെ ഷെഫ് എന്നും ഒക്കെയാണ് ഞാൻ കരുതിയത്. പക്ഷേ വന്നപ്പോഴാണ് അറിയുന്നത് നമ്മുടെ സ്വന്തം മലയാളികൾ തന്നെയാണ് ഇവിടെ ഉള്ളത്. വളരെ സന്തോഷം. നല്ല ഡിഷസ്. താങ്ക് യു. असली में इधर आने के बाद मालूम हो गया इधर में आर्ट गैलरी है करके. ये जो बाहर से कोई भी आ गया तो उनको इधर में एग्जीबिशन करने के लिए चांसेस है ना? Yes, chances. Definitely, we are giving them opportunity to bring their own artwork, Yeah. and we can let them to discuss with our gallery managers, Yeah. and they could have there some food and beverage with us, and we do have. Especially, we are offering to the people those are coming for exploring their artwork. Okay. We do have painting plates, Okay. paint on bricks. Okay. So people are those coming here. They are enjoying really. They are loving our foods, beverage, Yeah. and they are enjoying their times, Okay. which is really a very good atmosphere we are maintaining here. Okay. So people, those come in, they are really enjoying here. Thank you. Very nice atmosphere. I really enjoy these facilities. Okay. Thank you. You are welcome. Most. ശരിക്കും പറഞ്ഞാൽ ആർട്ട് ഹൗസ് കഫേ എന്ന് പറഞ്ഞിട്ട് ഞാനിവിടെ വരുമ്പോൾ കംപ്ലീറ്റ് ചിത്രപ്പണികൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം അറിയാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഇവിടെ ആർട്ട് ഗാലറി ഉണ്ട്, എക്സിബിഷൻ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അപ്പം അതൊക്കെ പുതിയ അറിവാണ്, അബുദാബിയിൽ ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയർ ഉണ്ട് എന്നുള്ളത്. താങ്ക് യു. ശരിക്കും ഇത് എത്ര വർഷമായി? ഇതിപ്പോൾ 10 വർഷമായി സ്റ്റാർട്ട് ചെയ്തിട്ട്. 10 വർഷമായിട്ട് ഇതുണ്ട്, ഈ ഫെസിലിറ്റി ഉണ്ട്. ശരിക്കും നമ്മുടെ മലയാളി കസ്റ്റമർ എങ്ങനെയാണ്? മലയാളി കസ്റ്റമേഴ്സ് നമുക്ക് കുറവാണ്. നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഉണ്ട് കുറച്ച്. പിന്നെ മെയിൻലി ലോക്കൽസ്, പിന്നെ ഫോറിനേഴ്സാണ്. പക്ഷേ ഇവിടുത്തെ ആംബിയൻസ് നല്ല ആംബിയൻസ് ആണ്. ഈ ഫർണിച്ചർ ആയിരുന്നാലും പിന്നെ നമ്മൾ ഇതിനകത്തോട്ട് വരുമ്പോൾ ഓരോ കാര്യങ്ങളും കാണുമ്പോൾ നല്ല പഴമയുള്ള ഒരു നമ്മുടെ നാട്ടിലൊക്കെ പറയുന്ന പോലെ പഴയ ആ ഒരു ഇതാണ് ഇവിടെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇത് ട്രഡീഷണലി ഉള്ള നാച്ചുറലി ഞങ്ങൾക്ക് നമ്മുടെ തന്നെ ഫാം ഹൗസ് ഉണ്ട്, അവിടെ കാർപ്പൻറ്റേഴ്സ് ഉണ്ട്, അവർ തന്നെ എല്ലാം ഉണ്ടാക്കുന്നത്. പിന്നെ എല്ലാ സാധനങ്ങളും തന്നെ റീസൈക്കിൾഡ് ആണ്. ഇപ്പോൾ ഓരോ സാധനങ്ങൾ നോക്കുവാണെങ്കിലും എല്ലാത്തിലും ഓരോ വെറൈറ്റി ആണ്. ഇപ്പം ഈ ടേബിൾ തന്നെ ഇതല്ലേ പൈപ്പ് വെച്ചുണ്ടാക്കിയിരിക്കുന്നതാണ്. പിന്നെ ഇത് കലം കമത്തി വെച്ചുണ്ടാക്കിയിരിക്കുന്ന ചെയർസ് അങ്ങനെ. പിന്നെ നമ്മുടെ പണ്ടത്തെ ഈ തയ്യൽ മെഷീൻ ഇല്ലേ അതിൻ്റെ ടേബിൾസ്, പിന്നെ സൈക്കിൾ കൊണ്ടുണ്ടാക്കിയ ടേബിൾസ്, ട്രാക്ടർ, ബസ്, അങ്ങനെ. കറക്റ്റ്, ബസ്സിൻ്റെ ഒരു ഇതാണല്ലോ ഇവിടെ ഇത് ചെയ്യുന്നത്. അത് കറക്റ്റാണ്. ഈ ബോട്ടിൽ പോലും റീസൈക്കിളാണ് അല്ലേ? ശരി, കൊള്ളാം. അപ്പോൾ ഇത് ഇവിടെ വരുന്ന ആൾക്കാർക്ക് പെയിൻറ്റ് ചെയ്യാനുള്ളൊരു അവസരം കൂടിയാണ് ഈ ബോട്ടിൽ അല്ലേ? വെരി ഗുഡ്. ഏതായാലും ഈ ഒരു അറ്റ്മോസ്ഫിയർ ആസ്വദിക്കാൻ വേണ്ടി ഞാൻ എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തീർച്ചയായിട്ടും നിങ്ങൾ 1 ടൈമെങ്കിലും വരണം. വന്ന് ഈ ഒരു എന്താണ് നമുക്ക് മനസ്സിലൊരു സന്തോഷം നൽകുന്ന, നമ്മൾ പല റെസ്റ്റോറൻറ്റുകളിലും പല കഫേകളിലും ഒക്കെ പോയിട്ടുണ്ടാവും. അതിൽ വ്യത്യസ്തമായ നമുക്ക് സന്തോഷം കിട്ടുന്ന കുറേ ആംബിയൻസ് ഇവിടെയുണ്ട്. തീർച്ചയായിട്ടും ഇവിടെ വരണം. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് അബുദാബിയിൽ വരുമ്പോൾ തീർച്ചയായും ഇവിടെ വിസിറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ബത്തീൻ മാളിന് തൊട്ട് ഓപ്പോസിറ്റായിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ അബുദാബി ഫസ്റ്റ് ഗൾഫ് ബാങ്കിൻ്റെ ഓപ്പോസിറ്റാണ്. ഇത് നല്ല പാർക്കിംഗ് ഫെസിലിറ്റിയൊക്കെ ഉള്ള നല്ലൊരു സ്പേസാണ്.